മാനുവൽ കൺട്രോൾ ഉപയോഗിച്ച് ഒരു ഹോം ലൈറ്റിംഗ് സിസ്റ്റം എങ്ങനെ നിർമ്മിക്കാമെന്ന് ഈ സെഷനിലൂടെ നമുക്ക് പഠിക്കാം. ഒരു സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റം എന്താണെന്നും അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പൽ മനസ്സിലാക്കാനും സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോമ്പണൻറ്റുകൾ തിരിച്ചറിയാനും റൂഫിൽ സോളാർ പാനൽ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ സെഷനിലൂടെ സാധിക്കും. ഒരു സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റം എങ്ങനെ ശരിയായി മെയിൻറ്റെയിൻ ചെയ്യണമെന്നും വീടുകളുടെ റൂഫിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നും പഠിക്കാം. സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റം, സ്മോൾ സോളാർ സിസ്റ്റം, സോളാർ DC ഹോം ലൈറ്റിംഗ്, സോളാർ DC ഡേ ലൈറ്റിംഗ് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നു. ഇത് വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഒരു ഓഫ് ഗ്രിഡ് സോളാർ ലൈറ്റിംഗ് സിസ്റ്റമാണ്. വീടുകളിലോ ക്ഷേത്രങ്ങളിലോ ഫാം ഹൗസുകളിലോ എല്ലാം ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിന് ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെയോ റൂട്ട് കേബിളിന്റെയോ സെറ്റപ്പോ മറ്റ് മാനേജ്മെന്റുകളോ കൺട്രോളുകളോ ആവശ്യമില്ല. ചെറിയ സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റം സൺലൈറ്റിനെ എനർജി സോഴ്സായി ഉപയോഗിക്കുന്നതിനാൽ SPV മൊഡ്യൂൾ സ്ഥാപിക്കുന്ന സ്ഥലത്ത് മരങ്ങൾ, കെട്ടിടങ്ങൾ, മറ്റ് നിർമ്മാണങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന നിഴലുകൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉചിതമായ സ്ഥലത്ത് മൗണ്ടിംഗ് നടത്തണമെന്ന് മാത്രമല്ല, ഫിക്സ് ചെയ്യുന്നത് ബാറ്ററി, ചാർജ് കൺട്രോളർ എന്നിവയ്ക്ക് സമീപമായിരിക്കണം എന്നതും ശ്രദ്ധിക്കണം. സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു SPV മൊഡ്യൂൾ, ചാർജ് കൺട്രോളർ, ബാറ്ററി കൺട്രോൾ സ്വിച്ചുകൾ, മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്, ഡയറക്റ്റ് കറന്റ് സപ്ലൈ അഥവാ DC, കേബിളുകൾ, PVC കോൺഡ്യൂട്ട് പൈപ്പുകൾ, DC LED ബൾബ്, DC ഫാൻ, FM റേഡിയോ, മൗണ്ടിംഗ് സ്ട്രക്ചർ, സോക്കറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഹോം ലൈറ്റിംഗ് പോലെയുള്ള ഗാർഹിക ആവശ്യങ്ങൾക്ക് DC ലോഡുകൾക്ക് മാത്രമായി രൂപകൽപ്പന ചെയ്ത സോളാർ ഫോട്ടോ വോൾട്ടൈക് അഥവാ SPV സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നു. DC കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡിലും ആംപ്ലിറ്റ്യൂഡിലുമാണ് പ്രവർത്തിക്കുന്നത്. അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്ന നിമിഷം മുതൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന നിമിഷം വരെ അത് അതേ ആംപ്ലിറ്റ്യൂഡിൽ തന്നെ തുടരും. വോൾട്ടേജ് സോഴ്സിന്റെ പോളാരിറ്റി ഇവിടെ മാറുന്നില്ല. ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കാവുന്ന DC കേബിളുകൾ അല്ലെങ്കിൽ സോളാർ വയറുകൾ കോപ്പറോ അലുമിനിയമോ കൊണ്ട് നിർമ്മിക്കുന്നതാണ്. ഈ മെറ്റീരിയലുകൾ വിശ്വാസയോഗ്യമായ കണക്ടിവിറ്റി നൽകുന്നത് കൂടാതെ സോളാർ പാനലുകളിൽ നിന്ന് വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫർ ചെയ്യാനും സഹായിക്കുന്നു. 4 മില്ലിമീറ്റർ DC കേബിളിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഓരോ വയറും ഒരു കണ്ടക്ടർ അഥവാ ചാലകമായി പ്രവർത്തിക്കുന്നു. കേബിളിൽ ഇത്തരം ഒന്നിലധികം കണ്ടക്ടറുകൾ അടങ്ങിയിരിക്കുന്നു. DC LED ബൾബുകൾ സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ലൈറ്റ് നൽകുന്ന എലമെന്റ് ആണ്. ഇവയ്ക്ക് എഫിഷ്യൻസി കൂടുതലും ചെലവ് കുറവുമാണ്. ഈ ബൾബുകൾ 3 വാട്ട്സ്, 5 വാട്ട്സ്, 7 വാട്ട്സ്, 9 വാട്ട്സ് എന്നിങ്ങനെ വ്യത്യസ്ത വോൾട്ടേജ് റേറ്റിംഗുകളിൽ ലഭ്യമാണ്. ലൈറ്റിംഗിന്റെ ആവശ്യകതയും സിസ്റ്റത്തിന്റെ വാട്ടേജ് കപ്പാസിറ്റിയും അടിസ്ഥാനമാക്കി യൂസേഴ്സിന് അനുയോജ്യമായ ബൾബ് തിരഞ്ഞെടുക്കാം. സാധാരണയായി 15 വാട്ട് മുതൽ വോൾട്ടേജ് റേറ്റിംഗ് ഉള്ള ടേബിൾ ഫാനുകൾ, 25 വാട്ട് മുതൽ 40 വാട്ട് വരെ വോൾട്ടേജ് റേറ്റിംഗ് ഉള്ള സീലിംഗ് ഫാനുകൾ തുടങ്ങിയ DC ഫാനുകളാണ് വിപണിയിലുള്ളത്. SPV മൊഡ്യൂൾ സോളാർ എനർജി റിസീവ് ചെയ്ത് അത് ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുകയും ചെയ്യുന്നു. ലൈറ്റിംഗ് സിസ്റ്റം പകൽ സമയത്ത് ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യുകയും രാത്രിയിൽ LED ബൾബുകളും ഫാനുകളും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി, ഡേ ലൈറ്റ് ചാർജ് കൺട്രോളർ തുടങ്ങി ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യുന്നതിന് അനിവാര്യമായ ചില ഉപകരണങ്ങളുണ്ട്. ഒരു പ്രത്യേക ഡയറക്ഷനിലും അസിമുത്ത് ആംഗിളുകളിലും പാനലുകൾ മൗണ്ട് ചെയ്യാൻ ഒരു മൗണ്ടിംഗ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നു. തുരുമ്പിനെ പ്രതിരോധിക്കുന്ന പെയിന്റ് അടച്ചിട്ടുള്ള സ്റ്റീൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മതിലും സിമന്റ് കോൺക്രീറ്റുമുള്ള ഒരു തൂണോ അല്ലെങ്കിൽ ഫൗണ്ടേഷനോ ഇതിന് ആവശ്യമാണ്. മൗണ്ടിംഗ് സ്ട്രക്ചറിന്റെ ഇൻസ്റ്റാളേഷൻ ഭൂമിയുടെ സർഫേസിന് ലംബമായിരിക്കണം. SPVയുടെ സർഫേസ് ശരിയായ ഇൻക്ലിനേഷൻ ആംഗിളോട് കൂടി തെക്ക് ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കണം. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ മൗണ്ടിംഗ് സ്ട്രക്ചർ സിമന്റ് കോൺക്രീറ്റ് ഉപയോഗിച്ച് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് കണക്കാക്കാം.
റൂഫ് ടോപ്പിലും പവർ ഹോമുകളിലും സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുമ്പോൾ പരിഗണിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഓരോ പാനലിനും എത്ര പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, എത്ര പാനലുകൾ ആവശ്യമാണ്, വലിപ്പം എത്ര വേണം, റൂഫ് ടോപ്പിലെ അവയുടെ പ്രവർത്തന നിലവാരം, സോളാർ പാനലുകളുടെ ഫേസ് വയ്ക്കുന്ന ഡയറക്ഷൻ തുടങ്ങിയവയൊക്കെ നാം പരിഗണിക്കണം. മേൽക്കൂരയിൽ വച്ചിരിക്കുന്ന സോളാർ പാനലുകൾ അഭിമുഖമായിരിക്കുന്ന ദിശ എത്രമാത്രം ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. സദേൺ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലെ പൊസിഷനെ അനുസരിച്ച് സോളാർ പാനലുകൾ യഥാക്രമം വടക്കോട്ടോ തെക്കോട്ടോ സ്ഥാപിക്കുക എന്നതാണ് പരമ്പരാഗതമായി തുടർന്നു വരുന്ന രീതി. ഘടിപ്പിച്ചിരിക്കുന്ന സോളാർ പാനലുകൾ പരമാവധി ഡയറക്റ്റ് സൺലൈറ്റിന്റെ ഡയറക്ഷനിലേക്ക് തിരിച്ചു വെക്കുന്നത് മാക്സിമം എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉൾപ്പെടുന്ന വീടുകളിൽ പാനലുകൾ ട്രൂ സൗത്ത് അഭിമുഖീകരിച്ച് വെക്കണം. സദേൺ ഹെമിസ്ഫിയറിലെ വീടുകളിൽ സോളാർ പാനലുകൾ ട്രൂ നോർത്ത് അഭിമുഖീകരിക്കണം. തെക്ക് അഭിമുഖമായുള്ള പാനലുകൾ 30 മുതൽ 40 ഡിഗ്രി ആംഗിളുകൾക്കിടയിൽ ചരിഞ്ഞിരിക്കണം. എന്നാൽ ഈ ആംഗിളുകളിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. ഇത് വീടുകളുടെ അക്ഷാംശത്തിന് തുല്യമാണ്. ഈ ആംഗിളിന്റെ പ്രത്യേകതയ്ക്ക് പിന്നിലെ ന്യായവാദമായി പറയുന്നത് ലംബകോണായി പാനൽ വയ്ക്കുന്നത് അഥവാ സൂര്യപ്രകാശം പരമാവധി പാനലിൽ പതിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയാൽ പരമാവധി എനർജി ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ്. സോളാർ പാനൽ മൗണ്ട് ചെയ്യാനുള്ള അടിത്തറയായി റൂഫ് ടോപ്പിലെ റാഫ്റ്റുകൾ ഉപയോഗിക്കുന്നു. ഇവിടെ വെർട്ടിക്കലായോ ഹൊറിസോണ്ടലായോ ആണ് സോളാർ പാനലുകൾ റൂഫ് ടോപ്പിൽ അറ്റാച്ച് ചെയ്യുന്നത്. സാധാരണയായി ഒരു വീടിന് മൗണ്ടുകൾ അറ്റാച്ച് ചെയ്യാൻ സ്റ്റീൽ ബോട്ടുകൾ ഉപയോഗിക്കുന്നു. SPV മൊഡ്യൂൾ വഴി മാത്രമേ ബാറ്ററി ചാർജ് ചെയ്യുകയുള്ളൂ. അതിനാൽ മഴക്കാലത്ത് സോളാർ പാനലുകൾ ഒരു ദിവസത്തിനപ്പുറം പ്രവർത്തിക്കില്ല. മഴക്കാലത്ത് ലൈറ്റ് സ്വമേധയാ ഓഫ് ചെയ്യുകയും വേണം. അല്ലാത്ത പക്ഷം ബാറ്ററികൾക്ക് കേടുപാടുകളും സംഭവിക്കും. വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന സോളാർ ഇലക്ട്രിക് സിസ്റ്റത്തിന് വളരെ കുറച്ച് മെയിൻ്റനൻസ് മാത്രമേ ആവശ്യമുള്ളൂ. റൊട്ടീൻ മെയിൻ്റനൻസിൽ ബാറ്ററി, SPV മൊഡ്യൂളുകൾ, കൺട്രോളർ, ലൂമിനറി, ഇത് കൂടാതെ എല്ലാ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റുകളും ഉൾപ്പെടുന്നു. ബാറ്ററികൾക്ക് സ്ഥിരമായ ശ്രദ്ധാപൂർവമായ മെയിൻ്റനൻസ് ആവശ്യമാണ്. ബാറ്ററി കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നതിന് ദീർഘായുസിനായി 6 മാസം കൂടുമ്പോൾ ബാറ്ററികൾ വൃത്തിയാക്കണം. ഇലക്ട്രോലൈറ്റിന്റെ അളവ് പരിശോധിക്കണം. ഹൈ ചാർജിൽ സൂക്ഷിക്കണം. മാസത്തിലൊരിക്കൽ വൃത്തിയാക്കുകയും വേണം. ബാറ്ററി വൃത്തിയാക്കുമ്പോൾ പുറത്തേക്കെടുത്ത് മാത്രമേ അത് ചെയ്യാവൂ. ആസിഡ് പുറത്ത് തൂകിപ്പോകാതിരിക്കാനും വെള്ളം നിലനിർത്താനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് ലെവൽ പ്രതിമാസം പരിശോധിച്ച് ആവശ്യത്തിന് നിറയ്ക്കുകയും വേണം. വീടിന്റെ ലൈറ്റിംഗ് സംവിധാനത്തിനായി റൂഫ് ടോപ്പിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രൊസീജിയറുകൾ നോക്കാം. സോളാർ PV പാനൽ മൗണ്ട് ചെയ്യാനുള്ള സിസ്റ്റം, DC കേബിൾ, PVC കോൺഡ്യൂട്ട് പൈപ്പ്, മറ്റ് ടൂളുകൾ മുതലായവ കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ആദ്യം വേണ്ടത്. ഡേ ലൈറ്റ് ചാർജ് കൺട്രോളർ അഥവാ 12 വാട്ട് 10 ആംപിയർ, സോളാർ ബാറ്ററി 12 വാട്ട് 100 ആംപിയർ പെർ അവർ, സോളാർ പാനൽ 75 വാട്ട്സ്, DC ലോഡ് 12 വാട്ട്, LED ലൈറ്റ് 3 വാട്ട് അല്ലെങ്കിൽ 5 വാട്ട്, DC ഫാൻ, FM റേഡിയോ, സോക്കറ്റുകൾ, സ്വിച്ചുകൾ തുടങ്ങിയവയും ഉണ്ടെന്ന് ഉറപ്പിക്കുക. ആദ്യം നിങ്ങൾ PV പാനൽ മൗണ്ട് ചെയ്യാനുള്ള സ്ട്രക്ചർ റൂഫ് ടോപ്പിലോ ഫീൽഡിലോ ഉറപ്പിക്കുക. ഇതിൽ SPV പാനൽ മൗണ്ട് ചെയ്ത് പാനലിലേക്ക് DC കേബിൾ കണക്ട് ചെയ്യുക. ശേഷം PVC കൺഡ്യൂട്ട് പൈപ്പിലൂടെ കേബിൾ വലിച്ച് കൺട്രോൾ ബോക്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ചാർജ് കൺട്രോളർ, മെയിൻ കൺട്രോൾ സ്വിച്ച്, ഔട്ട്പുട്ട് ടെർമിനൽ ബോക്സ് എന്നിവ കൺട്രോൾ ബോക്സിൽ ഫിക്സ് ചെയ്യുക. ഇതിനുശേഷം ചാർജ് കൺട്രോളർ, ഔട്ട്പുട്ട് സ്വിച്ച്, ഔട്ട്പുട്ട് ടെർമിനൽ ബോക്സ് എന്നിവ കണക്ട് ചെയ്യുക. ഔട്ട്പുട്ട് സ്വിച്ച് ഓഫ് ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം ആവശ്യമായ ലൈറ്റിംഗ് ലേഔട്ട് വയർ ചെയ്ത് DC ലോഡുകളെ കണക്ട് ചെയ്യുക. ഇതിനുശേഷം ചാർജ് കൺട്രോളിന്റെ ഇൻപുട്ടിലേക്ക് സോളാർ പാനൽ ഔട്ട്പുട്ടിനെ കണക്ട് ചെയ്യുക.
എല്ലാ വയറിങ്ങും പോളാരിറ്റികളും കൃത്യമായി നൽകിയതാണെന്ന് ഉറപ്പാക്കാൻ പരിശോധന നടത്തുക. മുകളിൽ കണക്ഷനുകളിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി സ്വിച്ച് ചെയ്ത് ഔട്ട്പുട്ട് സ്വിച്ച് ഓണാക്കുക. ഇൻഡിവിജ്വൽ കൺട്രോൾ സ്വിച്ചുകൾ ഉപയോഗിച്ച് ലോഡ് ഓരോന്നായി പരിശോധിച്ച് ഒബ്സർവേഷനുകളും രേഖപ്പെടുത്തുക. മാനുവൽ കൺട്രോൾ ഉപയോഗിച്ച് ഒരു ഹോം ലൈറ്റിംഗ് സിസ്റ്റം എങ്ങനെ നിർമ്മിക്കാം എന്ന വിഷയത്തിലുള്ള ഈ സെഷന്റെ അവസാന ഭാഗത്തിൽ എത്തിയിരിക്കുകയാണ് നാം ഇപ്പോൾ സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റം എന്താണെന്നറിയാനും അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനും സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോമ്പണൻറ്റുകൾ തിരിച്ചറിയാനും റൂഫ് ടോപ്പിൽ സോളാർ പാനൽ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി അറിയാനും നിങ്ങൾക്ക് സാധിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുകൂടാതെ സോളാർ ഹോം ലൈറ്റിംഗ് സിസ്റ്റം വീടിൻ്റെ റൂഫ് ടോപ്പിൽ സ്ഥാപിക്കാനുള്ള പ്രൊസീജിയറുകളും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മാർഗങ്ങളും ഈ സെഷനിലൂടെ നമ്മൾ ചർച്ച ചെയ്തു.